കുറേ കാലത്തിന് ശേഷം ഇന്നൊരു പുസ്തകം വായിച്ചു. ബഷീറിൻ്റെ താര സ്പെഷ്യൽസ്. നമ്മളധികം അങ്ങനെ ബഷീറിൻ്റെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു കേൾക്കാത്ത ഒരു പേരാണ് താര സ്പെഷ്യൽസ്. വലിയ പുസ്തകമൊന്നുമല്ല, ചെറിയൊരു പുസ്തകം, 48 പേജേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മിക്ക പുസ്തകങ്ങളും അങ്ങനെ വലിയ കട്ടിയുള്ള പുസ്തകങ്ങളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് തന്നെ എന്താ, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത ഒരു പദം പോലും ഉപയോഗിക്കാതെ നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പുസ്തകത്തിന് പോലും 200-ലധികം പേജുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ ബഷീറിൻ്റെ കഥകൾ കേൾക്കാനും അല്ലെങ്കിൽ ബഷീറിനെ കുറിച്ച് കേൾക്കാനും നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ് എല്ലാവർക്കും. അതുപോലെ എൻ്റെ പുസ്തക ശേഖരത്തിലുള്ള മറ്റൊരു പുസ്തകമാണ് VR സുധീഷ് മാഷിൻ്റെ മിഠായി തെരുവ് ഓർമ്മകളുടെ കോഴിക്കോടൻ ആൽബം. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ, താര സ്പെഷ്യൽ വായിച്ചു കഴിഞ്ഞപ്പോൾ, മുന്നേ ഞാൻ വായിച്ചു വെച്ച ഈ മിഠായി തെരുവ് ഓർമ്മകളുടെ കോഴിക്കോടൻ ആൽബം എന്ന് പറയുന്ന ഈ കോഴിക്കോടൻ കഥകളിൽ ബഷീറിനെ കുറിച്ചുള്ള ഒരു അധ്യായം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അസുഖവും രോഗാവസ്ഥയും അവസാന കാലഘട്ടവും മരണവും ഒക്കെയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ്. അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. VR സുധീഷ് മാഷ് ഒരിക്കൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന ബഷീറിനെ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിക്കുന്ന ഒരു സന്ദർഭമാണ്. അദ്ദേഹം വേദന കൊണ്ട് പുളയുന്ന ഒരു സിറ്റുവേഷനാണ്, കലശലായ മൂത്ര തടസ്സം. ആ ഒരു സിറ്റുവേഷൻ ഇതിൽ എഴുതിയിട്ടുള്ളതാണ്. ഒരിക്കൽ ബഷീർ നാഷണൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കഠിനമായ മൂത്ര തടസ്സം. എന്തെല്ലാം അസുഖങ്ങളെയാണ് പഴയ ആ ഗുസ്തിക്കാരൻ വാർദ്ധക്യകാലത്ത് അനുഭവിച്ചത്. ഞാൻ കാണാൻ ചെന്നു. വിട്ട് കിടക്കുകയാണ് ബഷീർ. വേദന കൊണ്ട് പുളയുന്നുണ്ട്. അതിനിടയിലും ബഷീർ സ്റ്റൈൽ പുറത്തു ചാടി. നമ്മൾ സാധാരണ എന്താ പറയുക, ഒരാൾ കാണാൻ വരുമ്പോൾ വേദന സഹിക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷെ ബഷീറിൻ്റെ സ്റ്റൈലിൽ ഇടി, മിന്നൽ പിണർ, പ്രചണ്ഡമായ അണ്ഡകടാഹവും സൗരയൂഥവും ഭൂഗോളവും പിളരുന്നത് പോലെ വേദന സഹിക്കാനാവുന്നില്ല. അതുപോലെ സുധീഷ് മാഷ് പറയുന്നു വേറൊരു കാര്യം. ഒരിക്കൽ അദ്ദേഹത്തിന് ഈ രോഗാവസ്ഥ ഉള്ള സമയത്ത് തന്നെ, കലശലായ ആസ്മ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ദിവസം രാത്രി താമസിച്ചൊരു കഥ. ഒരു ദിവസം ഞാൻ ബഷീറിൻ്റെ വീട്ടിൽ താമസിച്ചു. ആസ്മയുടെ ഉപദ്രവം സഹിക്കാനാവാതെ നിസ്കരിക്കുന്നത് പോലെ ബഷീർ കിടക്കുന്നു. ഞാൻ അടുത്തു കൂട്ടിരുന്നു. മരണത്തെക്കുറിച്ചാണ് ബഷീർ സംസാരിച്ചത്. വേദനിക്കാത്ത മരണം തന്നാൽ മതിയായിരുന്നു. എനിക്ക് മരണത്തെ പേടിയില്ല. അന്ധമായ പ്രാർത്ഥനയാണ് ജീവിതം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവം. പിന്നെ അതുപോലെ പിറ്റേ ദിവസം, ഈ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം സുധീഷ് മാഷ് വീട് വിട്ടിറങ്ങുന്ന സമയത്ത് കട്ടിലിനടിയിൽ ഒരു സിഗരറ്റ് കൂട് കാണുകയാണ്. അപ്പോൾ ആ സിഗരറ്റ് കൂട് കാണുന്ന ഒരു സന്ദർഭമാണ് വിവരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ യാത്ര പറയുമ്പോൾ ബഷീറിൻ്റെ കട്ടിലിൽ കിടന്ന സിഗരറ്റ് കൂടിൻ്റെ ഉൾച്ചിന്ത് ഞാൻ ശ്രദ്ധിച്ചു. അതിൽ വലുതായി എഴുതി വച്ചിരിക്കുന്നു, കാലമേ എനിക്ക് ഓക്സിജൻ തരൂ. അപ്പോൾ അതാണ് ബഷീർ. പിന്നെ ഇതിൽ മറ്റൊരു സന്ദർഭം, ഈ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ ബഷീറിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് മാംഗോസ്റ്റ് മരത്തിൻ്റെ ചോട്ടിൽ ഗ്രാമഫോണിൽ നിന്ന് പാട്ട് കേട്ടിരിക്കുന്ന ബഷീറിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്ന സമയത്ത് സുധീഷ് മാഷിനോട് ഈ പാട്ടിൻ്റെ ഒരു കാര്യം ബഷീർ പറയാണ്. പാട്ട് പാടുന്ന ഗായികയെ കുറിച്ച് പറയാണ്. 60 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു പെണ്ണിൻ്റെ മധുര ഗാനമാണിത്. മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടും അവളുടെ മധുര ശബ്ദം ജീവനോടെ ഇവിടെ നിലനിൽക്കുന്നു. സത്യത്തിൽ ബഷീർ ആ പാട്ടുകാരിയെ പറഞ്ഞതുപോലെ തന്നെയാണ്. ബഷീറിൻ്റെ ഇത്തരം കഥകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ബഷീറിനെ നമ്മൾ വായിക്കുന്നു. ഇത്തരം ഓർമ്മകളിലൂടെ, ഓർമ്മപ്പെടുത്തലുകളിലൂടെ ബഷീറിൻ്റെ കഥകൾ വീണ്ടും വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ബഷീർ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരനെ വീണ്ടും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു പുസ്തകം.